Good morning, dear students. കം സെപ്റ്റംബറിലെ സ്പീച്ചിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പേജ് നമ്പർ 83 ഒന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു വച്ചതിൻ്റെ continuation. Recently, the United States played an important part in forcing India and Pakistan back from the brink of war. ഈയിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരു യുദ്ധത്തിൻ്റെ വക്കിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ US-ന് സാധിച്ചു. It is so hard for it to take its own advice. US-ൻ്റെ തന്നെ അഡ്വൈസ് സ്വീകരിക്കാൻ വളരെ പ്രയാസമാണ്. ഹൂ ഈസ് ഗിൽറ്റി ഓഫ് ഫെക്ലെസ് മോറലൈസിങ്? ഈ ഉദ്ദേശമില്ലാത്ത മോറലൈസിങ്ങിൻ്റെ കുറ്റബോധം പേറി നടക്കുന്നത് ആരാണ്? ഓഫ് പ്രീച്ചിങ് പീസ് വൈൽ ഇറ്റ് വേജസ് വാർ. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമാധാനത്തെ പ്രചരിപ്പിക്കുന്ന the US which the George Bush has called the most peaceful nation on earth, ഭൂമിയിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യം എന്ന് ജോർജ് ബുഷ് വിശേഷിപ്പിച്ച US, it has been at war with one country or another every year for the last 50. കഴിഞ്ഞ 50 വർഷമായിട്ട് ഏതെങ്കിലും ഒരു രാജ്യം അതല്ലെങ്കിൽ മറ്റൊരു രാജ്യവുമായി എപ്പോഴും യുദ്ധത്തിലാണ്. വാർസ് ആർ നെവർ ഫോട്ട് ഫോർ ദ ആൾട്രോയിസ്റ്റിക് റീസൺസ്. ശുദ്ധമായ അതല്ലെങ്കിൽ നിസ്വാർത്ഥമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല ഇവിടെ യുദ്ധം നടത്തപ്പെടുന്നത്. ദേ ആർ യൂഷ്വലി ഫോട്ട് ഫോർ ഹെജിമണി, ഫോർ ബിസിനസ്. യുദ്ധം നടത്തപ്പെടുന്നത് ഇവിടെ അധികാരത്തിന് വേണ്ടിയാണ്, ബിസിനസ്സിന് വേണ്ടിയാണ്. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ദർ ഇസ് ദ ബിസിനസ് ഓഫ് വാർ. ബിസിനസ് ഓഫ് വാറാണ്. യുദ്ധം ചെയ്ത് ബിസിനസ് നടത്തുകയാണ്. യുദ്ധം അവരുടെ യുദ്ധ വെപ്പൺസ് വിറ്റഴിക്കാനുള്ള മാർക്കറ്റായിട്ട്. പ്രൊട്ടക്റ്റിംഗ് ഇറ്റ്സ് കൺട്രോൾ ഓഫ് ദ വേൾഡ്സ് ഓയിൽ ഈസ് ഫണ്ടമെൻ്റൽ ടു US ഫോറിൻ പോളിസി. US-ൻ്റെ വിദേശ നയത്തിന് വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ ഓയിൽ ബിസിനസ്സിൽ US-നൊരു കൺട്രോൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. US ഗവൺമെൻറ്റ്സ് റീസെൻ്റ് മിലിറ്ററി ഇൻ്റർവെൻഷൻസ് ഇൻ ദ ബാൽക്കൻസ് ആൻഡ് ദ സെൻട്രൽ ഏഷ്യ ഹാവ് ടു ഡു വിത്ത് ഓയിൽ. ഈയിടെയായി US-ൻ്റെ സൈനിക ഇടപെടൽ ബാൽക്കൻസിലും ദ്വീപുകളിലും അതുപോലെ സെൻട്രൽ ഏഷ്യയിലും അവർ നടത്തിയ ഇടപെടലുകൾ അതിൻ്റെ പിന്നിലും ഓയിൽ തന്നെയായിരുന്നു. ഹാമിദ് കർസായി, the puppet president of Afghanistan installed by the US, is said to be the former employee of UNOCAL, the American-based oil company. അഫ്ഗാനിസ്ഥാനിലെ US-ൻ്റെ പപ്പറ്റ് പ്രസിഡൻ്റായ പ്രസിഡൻ്റായി ഭരിച്ച ഹമീദ് കർസായി ഒരിക്കൽ യുനോഖാൽ എന്ന് പറയുമ്പോൾ കാലിഫോർണിയയിലെ ഓയിൽ കമ്പനിയായ യുനോഖാലിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. US ഗവൺമെൻറ് അദ്ദേഹത്തെ തന്നെ തിരഞ്ഞുപിടിച്ച് അഫ്ഗാനിസ്ഥാനിലെ പ്രസിഡൻ്റാക്കി അവരോധിക്കുകയായിരുന്നു, അവരുടെ ഒരു പപ്പറ്റായി നിലകൊള്ളാൻ. സോ ദ US ഗവൺമെൻറ്റ്സ് paranoid patrolling of the Middle East is because of it has 2/3 of the world's oil reserves. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ US പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാരണം ലോകത്തെ ഓയിലിൻ്റെ 2/3 അതിൻ്റെ റിസർവ് നിലകൊള്ളുന്നത് അവിടെയാണ്. ഇപ്പോഴും സംശയാസ്പദമായി അവർ പാട്രോളിങ് നടത്തിക്കൊണ്ടിരിക്കുക, അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിനെ. ഓയിൽ കീപ്സ് അമേരിക്കാസ് എൻജിൻസ് purring sweetly. അമേരിക്കയുടെ എൻജിനെ മുന്നോട്ട് നയിക്കുന്നത് ഓയിലാണ്. ഓയിൽ കീപ്സ് ദ ഫ്രീ മാർക്കറ്റ് റോളിംഗ്. Whoever controls the world's oil controls the world market.
ഓയിലിനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? അവരാണ് ലോകത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട്. ഹൗ ഡു യു കൺട്രോൾ ദ ഓയിൽ? ഇതായിരുന്നു നോബഡി പുട്ട്സ് ഇറ്റ് മോർ എലിഗൻ്റ്ലി ദാൻ ദ ന്യൂയോർക്ക് ടൈംസ് കോളംനിസ്റ്റ് തോമസ് ഫ്രൈഡ്മാൻ. ഈ ഒരു വസ്തുതയെ മറ്റാരെക്കാളും ന്യൂയോർക്ക് ടൈംസിലെ കോളംനിസ്റ്റായ തോമസ് ഫ്രൈഡ്മാൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഇനി വളരെ ശ്രദ്ധേയമാണ്. ഇൻ ആർട്ടിക്കിൾ കോൾഡ് ക്രൈസിനസ് പേസ് ഹി സെഡ് the US has to make it clear to Iraq and US allies that Americans will use force without negotiation, hesitation or UN approval. യുഎന്നിൻ്റെ ഒരു അപ്രൂവലുമില്ലാതെ, പ്രത്യേകിച്ച് ഒരു മടിയുമില്ലാതെ, ഒരു ചർച്ചയും ചെയ്യാതെ തന്നെ വളരെ ആധിപത്യപരമായി അമേരിക്ക അതിൻ്റെ അധികാരം ഉപയോഗിക്കും, ഫോഴ്സ് ഉപയോഗിക്കും. ഹിസ് അഡ്വൈസ് വാസ് വെൽ ടേക്കൺ. അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് എടുക്കുകയും ഇൻ ദ വാർസ് അഗെയിൻസ്റ്റ് ഇറാഖ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ ആസ് വെൽ ആസ് ഇൻ ദ ഓൾമോസ്റ്റ് ഡെയിലി ഹ്യൂമിലിയേഷൻ ഓഫ് ദ US ഗവൺമെൻറ് ഹീപ്സ് ഓൺ ദ UN. ഇറാഖിനെതിരെ അതുപോലെ അഫ്ഗാനിസ്ഥാനെതിരെയൊക്കെയുള്ള യുദ്ധങ്ങളിൽ ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇൻ ഹിസ് ബുക്ക് ഓൺ ഗ്ലോബലൈസേഷൻ, അങ്ങനെ ഫ്രൈഡ്മാൻ്റെ പുസ്തകത്തിൽ ദ ലെക്സസ് ആൻഡ് ദ ഒലീവ് ട്രീ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ദ ഹിഡൻ ഹാൻഡ് ഓഫ് ദ മാർക്കറ്റ് വിൽ നെവർ വർക്ക് വിത്തൗട്ട് ദ ഹിഡൻ ഫിസ്റ്റ്. മാക്ഡൊണാൾഡ്സ് കനോട്ട് ഫ്ലറിഷ് വിത്തൗട്ട് മാക്ഡൊണാൾഡ് ഡഗ്ലസ്. മാക്ഡൊണാൾഡ് ഡഗ്ലസിന് ഇല്ലാതെ വർക്ക് ചെയ്യാൻ കഴിയില്ല. മാക്ഡൊണാൾഡ്സ് എന്ന് പറയുമ്പോൾ വലിയ വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ആൾ. അപ്പോൾ ഇവരുടെയൊക്കെ പിന്നിൽ ഒരു അവരെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടി, അവരെ ഗൈഡ് ചെയ്യുന്ന, അവരെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന മറ്റൊരു ശക്തിയുണ്ട് എന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നതുപോലെ US ഗവൺമെൻറ്റിനെ ഗൈഡ് ചെയ്യുന്ന ഈ ഓയിൽ എന്ന് പറയുന്നത് ഇവിടെ പിടിച്ചടക്കാൻ, US-ൻ്റെ സിലിക്കൺ വാലി മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ ടെക്നോളജി ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ US ആർമി, US ഫോഴ്സ്, US നേവി, അതുപോലെ മെറൈൻ കോർപ്സ് എല്ലാം മുന്നോട്ട് നയിക്കുന്നത് ഈ ഓയിലിൻ്റെ പവർ കൊണ്ടാണ്. സോ പെർഹാപ്സ് ദിസ് വാസ് ദ റിട്ടൺ ഇൻ എ മൊമെൻറ്റ് ഓഫ് വൾനറബിലിറ്റി. ഒരുപക്ഷെ അദ്ദേഹം ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ എഴുതി പിടിപ്പിച്ചതാണെങ്കിലും ഇറ്റ് ഈസ് certainly the most succinct, accurate description of the project of the corporate globalization that I have read. യഥാർത്ഥത്തിൽ ഈ ഫ്രൈഡ്മാൻ വിശദീകരിക്കുന്നത് ഈ വളരെ കറക്റ്റ്, വളരെ കൃത്യമായൊരു വിവരണമാണ് US ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗ്ലോബലൈസേഷൻ്റെ, ബിസിനസ്സിനെ ഭരിക്കുന്ന, മുതലാളിത്തത്തെ ഭരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ, കോർപ്പറേറ്റുകളുടെ ഉദ്ദേശത്തെ കൃത്യമായി വരച്ച് കാണിക്കുന്ന വാക്കുകളാണ് ഫ്രൈഡ്മാൻ്റെ വാക്കുകൾ. ഇതിവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്.